5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഹലോ തങ്കച്ചി, എവിടെ ഉണ്ട് മോനെ? സുഖാണോ? ആശുപത്രിയില്ല. എന്തു പറ്റി? എനിക്കല്ലേ, നിത്യയുടെ അച്ഛനെ. ആ, എന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം. വേണ്ട വേണ്ട വേണ്ട, എന്തെങ്കിലും കാര്യമില്ലാതെ തങ്കച്ചി വിളിക്കില്ല എന്ന് എനിക്കറിയാം. പറഞ്ഞു കേൾക്കാൻ ഞാൻ തയ്യാറാ. ശരവണനെ കിട്ടിയോ നിനക്ക്? ഇല്ല. അവൻ എവിടെയുണ്ടെന്ന് അറിയാമോ? അതറിയായിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ അവനെ പൊക്കിയേനെ. എന്നാ എനിക്കറിയാം അവൻ എവിടെയുണ്ടെന്ന്. എവിടാ തങ്കച്ചി? എനിക്കവനെ കാണണം. പെടക്കല്ലേ, പറയാം. ആ പൊന്നുമണിയില്ലേ, നിരഞ്ജന്റെ അമ്മയോടൊപ്പം താമസിക്കുന്ന പെണ്ണ്, അവളാ ഇപ്പൊ അവന്റെ കൂട്ട്. ശരവണൻ പൊന്നുമണിയുടെ ഹീറോ, ലവ് ട്രാക്കാ. അവളെ പിടിച്ചാ അവന്റെ വിലാസം കിട്ടും. സത്യമാണോ തങ്കച്ചി പറയുന്നത്? ഞാൻ എന്തിനാടാ നിന്നോട് നുണ പറയുന്നത്? അതും ഇതുപോലൊരു കേസില്. അവൻ ആ വീട്ടിൽ സ്ഥിരം വന്നു പോകുന്നുണ്ട്. അങ്ങനെയാ എനിക്കറിയാൻ കഴിഞ്ഞത്. കയ്യോടെ കാത്തിരുന്നാ പിടിക്കാം. താങ്ക് യു തങ്കച്ചി. വളരെ വിലപ്പെട്ടൊരു വിവരാ തങ്കച്ചി എനിക്ക് തന്നത്. 1-2 രൂപയല്ല, 30 ലക്ഷം രൂപയാ അവൻ എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോയത്. അവനെ വെറുതെ വിടുവോ ഞാൻ? വളർത്തണോ അതോ കൊല്ലണോ എന്നൊക്കെ നീ തന്നെ തീരുമാനിച്ചാൽ മതി. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു. ഇനി പന്ത് നിന്റെ കോട്ടില്ല. അപ്പോ ഓൾ ദ ബെസ്റ്റ്. നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. ശരത്തെ, ഡോക്ടർ വിളിച്ചു, അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ വരണോ അമ്മേ? എന്തു പറ്റി? അല്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോണായിരുന്നു. ശരത്ത് വരാതെ എങ്ങനെയാ? ശരി, ഞാൻ വരാം. അമ്മ നടന്നു. ദേവികേ, എടി ദേവികേ. മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. എടി, നീ എത്ര പ്രാർത്ഥിച്ചാലും അതൊന്നും അവൻ കേൾക്കാൻ പോകുന്നില്ല. പിന്നെ അവന്റെ അമ്മയ്ക്ക് കിട്ടേണ്ട ജോലിയല്ലേ നീ സ്വന്തമാക്കുന്നത്. അതൊരിക്കലും സുധീയുടെ ആത്മാവ് പൊറുക്കില്ലടി. അതെങ്ങനെ പറയാൻ പറ്റും മുത്തശ്ശി? തർക്കം ഉണ്ടായപ്പോ സുധീട്ടൻ ആഗ്രഹിച്ചത് ആ ജോലി ഏട്ടത്തിക്ക് കിട്ടണമെന്നായിരിക്കും. അതുകൊണ്ടല്ലേ ഇപ്പൊ കിട്ടിയത്. സുധീട്ടന്റെ മനസ്സ് അമ്മയോടൊപ്പം ആയിരുന്നെങ്കിൽ ആ ജോലി അമ്മയ്ക്കല്ലേ കിട്ടൂ. ഓ പിന്നെ, നിനക്കാണല്ലോ സുധിമോന്റെ മനസ്സ് എന്താണെന്ന് അറിയാവുന്നത്. ഓ, മുത്തശ്ശിക്ക് അറിയാലോ, അത് മതി. എനിക്കറിയാടി, ഞാനാ അവനെ വളർത്തിയെടുത്തത്. ആ സ്നേഹം സുധീട്ടനോട് ഉണ്ടായിരുന്നെങ്കിലേ ഏട്ടത്തെ ഇങ്ങനെ കുത്തുവാക്ക് പറഞ്ഞ് നോവിക്കില്ലായിരുന്നു. മതി മോളെ, ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ഒരിക്കലും നിന്നെ അനുഗ്രഹിക്കില്ല, പ്രത്യേകിച്ച് ഈ കാര്യത്തില്. ഇതിലെന്റെ മനസ്സ് പാർവതിക്കൊപ്പം. ഞാൻ അവിടെ കൂടെ നിൽക്കും. മുത്തശ്ശി അമ്മയുടെ കൂടെ നിൽക്കട്ടെ. ഏട്ടത്തി പോയി ജോയിൻ ചെയ്യാൻ നോക്ക്. അച്ഛൻ്റെ ഈ അവസ്ഥ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയം. അളവിൽ കൂടുതൽ ഇൻസുലിൻ
അച്ഛന്റെ ശരീരത്തിലെത്തിയിട്ടുണ്ട്. അതെങ്ങനെ വന്നു? ആര് കൊടുത്തു? ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തത് ഏട്ടത്തിയല്ലേ? അതെ, അത് പക്ഷെ പതിവുള്ള ഡോസായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ ഉറങ്ങാൻ കിടന്നു. അതിനുശേഷമാണ് ഇൻസുലിൻ ലെവൽ ഉയർന്നത്. അതിനർത്ഥം ഉറങ്ങിക്കിടക്കുമ്പോ ആരും അത് കുത്തിവെച്ചു എന്നല്ലേ? എനിക്ക് സംശയം ശരത്തിനെയാ. സിദ്ധു വക്കീലിനെ കാണാൻ അച്ഛൻ തീരുമാനിച്ച ദിവസമായിരുന്നു ഇന്ന്. ആ കൂടിക്കാഴ്ച മുടക്കാൻ വേണ്ടി ശരത്ത് ചെയ്താണെങ്കിലോ ഇത്? അതിന് സാധ്യതയുണ്ട് ഏട്ടത്തി. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ ആ ശരത്ത്. പക്ഷെ ഈ വിവരം എങ്ങനെ പുറത്തു കൊണ്ടുവരും? അത് കുറച്ച് പാടാ. എന്നാലും നമ്മുടെ മനസ്സിൽ ഇതുണ്ടായിരിക്കണം. പോയിട്ട് വരട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പ്രത്യേകിച്ച് പറയണോ? എന്റെ പ്രാർത്ഥന എപ്പോഴും ഏട്ടത്തിയുടെ കൂടെ തന്നെയാ. ഏട്ടത്തി പോയിട്ട് വാ. ശരി. പോ. മരുന്നുകളോടൊക്കെ നന്നായി പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ റൂമിലേക്ക് മാറ്റാന്നാ കരുതുന്നത്. അല്ല, ഡിസ്ചാർജ്? റൂമിലേക്ക് മാറ്റിയിട്ടും വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം. അല്ല, റിക്കവറി അത് എങ്ങനെയായിരിക്കും ഡോക്ടറെ? ഇത്ര ദിവസത്തിനുള്ളിൽ പഴയ പോലെ ആവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മരുന്ന് കൃത്യമായി കഴിക്കുക, ഫിസിയോതെറാപ്പി ചെയ്യുക. അങ്ങനെ ചെയ്താൽ അസുഖം ഭേദാവും. അത് ഇന്നാകാം, നാളെ ആകാം, 1 മാസം കഴിഞ്ഞാകാം, 1 വർഷം കഴിഞ്ഞും ആവാം. കൃത്യമായൊരു ഡേറ്റ് നമുക്ക് പറയാൻ കഴിയില്ല. പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ? എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ തീർത്ത് പറയില്ല. ഇങ്ങനെ കിടക്കുന്ന രോഗികൾക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് വരാതെ നോക്കണം. മനസ്സിന് പ്രയാസമുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ, മനസ്സ് ഇപ്പോഴും ആക്റ്റീവാണ്. വിഷമങ്ങളൊന്നും കഴിയുന്നതും പേഷ്യന്റിന് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാതെ നോക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. പൊന്നുപോലും നോക്കിക്കോളാം ഞങ്ങൾ അച്ഛനെ. അതെ. എന്നാ ശരി, ഡിസ്ചാർജ് സമ്മറി തരും. അതിലെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ടാവും.